ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ അപ്ഡേറ്റ്സ് ആണ്. ഈ കീ അപ്ഡേറ്റ്സിൽ സൊമാലിലാൻഡ് എന്ന് പറഞ്ഞ ഒരു രാജ്യം അവരിപ്പം റീസെൻ്റ് ആയിട്ടാണ് ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. ഇതിനെ അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഇസ്രായേലാണ്. പിന്നെ UAE ഇവരെ അംഗീകരിച്ചിട്ടുണ്ട്, അതുപോലെ എത്യോപ്യ. അങ്ങനെ തുടരെ പല രാജ്യങ്ങളും ഇവരെ ഇനി ഉടനീളം അങ്ങ് അംഗീകരിക്കും. ഇങ്ങനെയാണല്ലോ ഓരോ രാജ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് സൊമാലിലാൻഡിൽ നിന്നും ആദ്യത്തെ ഡെലിഗേഷൻ എത്തിയിട്ടുണ്ട്. ആ ഡെലിഗേഷൻ ഇസ്രായേലിലെത്തി ചർച്ച നടത്തി. ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ ടീം ഇതിനു വേണ്ടി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടാണ് ഈ സൊമാലിലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് വന്ന ഡെലിഗേഷൻസ് ചർച്ച നടത്തിയത്. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ കെനസറ്റിൽ സംസാരിച്ച സമയത്ത് I2U2 എന്ന് പറഞ്ഞ ആ ഒരു പദം അവിടെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ, ഇന്ത്യ, UAE, അമേരിക്ക, ഈ 4 രാജ്യങ്ങളുടെ പേര് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിലുള്ള സമയത്ത് തന്നെയാണ് ഈ സൊമാലിലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇസ്രായേലിൽ സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ സോഫാർ സൊമാലിലാൻഡ് ആദ്യമായിട്ട് ഒരു ഫോറിൻ രാജ്യത്തിലേക്ക് ഡെലിഗേഷൻസിനെ അയച്ച് സന്ദർശനം നടത്തുന്നത് ആദ്യമായിട്ട് ഇസ്രായേലിലേക്കാണ്. ഇതൊക്കെ ചരിത്രപരമായ സംഭവങ്ങളാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പം നിലവിലുണ്ടായിരിക്കുന്ന ഒരു ടെൻസ്ഡ് മൊമെന്റ്. ഈ മൊമെന്റിനെ കുറിച്ച് ഇറാന്റെ ഉള്ളിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് അവിടുത്തെ പൊതുജനങ്ങളുടെ സൈഡിൽ നിന്നും പുറത്തു വരുന്നത്. അതിൽ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിന്റെ സമയത്ത് തന്നെ ഞങ്ങൾ പേടിച്ചാണ് ഇവിടെ കഴിഞ്ഞുകൂടിയത്, അതുകൊണ്ട് യുദ്ധം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. മറ്റൊരു കൂട്ടർ വളരെ ശക്തമായി തന്നെ യുദ്ധം വേണം എന്നാണ് അവരുടെ ആഗ്രഹം. അവർ പ്രത്യേകിച്ച് ഈ IRGC ഭരണകൂടത്തിനോടുള്ള, ഈ മതഭരണകൂടത്തിനോടുള്ള വെറുപ്പ് അവർ പുറത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അവർ ഈ റേസ പെലവിയെ അനുകൂലിച്ചുകൊണ്ട് IRGC റെജിമിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഒരു കൂട്ടരുള്ളത്. മറ്റൊരു കൂട്ടരുള്ളത് യുദ്ധം വേണ്ട എന്നുള്ള നിലപാടാണ്. പിന്നെ ഒരു കൂട്ടരുള്ളത് കടുത്ത IRGC ആരാധകരാണ്. അവർ തീവ്ര മതവിശ്വാസികളുമാണ്. ഇത്തരത്തിലുള്ള കൂട്ടരുമുണ്ട്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരു പേടിയുണ്ട് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും യുദ്ധം നടക്കുന്നെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും പേടിയുണ്ടാവും. നമ്മുടെ രാജ്യത്തും യുദ്ധം നടക്കുന്നെങ്കിൽ പേടിയുണ്ടാവും, സ്വാഭാവികം. അത് തന്നെയാണ് ഇറാന്റെ ഉള്ളിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്നത്. ഇറാൻ ആണെങ്കിൽ അമേരിക്കയെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, അത് പേടിപ്പെടുത്തുന്നതാണോ ഇല്ലെങ്കിൽ അവർ ഭയന്നിട്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല. അവർ പറയുന്നത് ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ ഈ എൻറ്റയർ റീജിയൻ, മിഡിൽ ഈസ്റ്റ് റീജിയൻ മൊത്തത്തിൽ നിങ്ങൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് തിരികൊളുത്തുകയാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിട്ട് വേണം ഇറാന്റെ മേളിലേക്ക് നിങ്ങൾ ആക്രമണം നടത്താൻ എന്നുള്ള താക്കീതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അതായത് ഞങ്ങളെ തുടരുത്, തൊട്ടാ നിങ്ങളെ ഞങ്ങൾ പൊട്ടിക്കും എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇതൊക്കെ. ഇറാന്റെ ഉള്ളിൽ നിന്നും അവർ ആയിരക്കണക്കിന് ഡ്രോൺ, ആയിരക്കണക്കിന് സ്ട്രീം ബോട്ടുകൾ, ആയിരക്കണക്കിന് മിസൈലുകൾ, ഇതൊക്കെയാണ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ. ഇതൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. കുറേ നാൾക്ക് മുമ്പ് AI വീഡിയോ ആണ് പ്രചരിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാം തന്നെ റിയൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തിറക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ അമേരിക്ക കരുതിക്കൂട്ടി തന്നെയായിരിക്കും മുന്നോട്ട് നീങ്ങുക. ജപ്പാൻ വീണ്ടും ചൈനയ്ക്കെതിരെ തുടങ്ങിയിട്ടുണ്ട്. ജപ്പാന്റെ വാർ ചീഫ് മീൻസ് ഡിഫൻസ് മിനിസ്റ്ററാണ്. ജപ്പാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഷിൻജിറോ കോയ്ഷുമി. ഈ കോയ്ഷുമി പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ 2031 തായ്വാന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഐലാൻഡിൽ ഞങ്ങൾ എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചൈനയ്ക്കുള്ള താക്കീതാണ്. ജപ്പാൻ അനൗൺസസ് പ്ലാൻ ടു ഡിപ്ലോയ് മിസൈൽസ് ടു ഐലാൻഡ് നിയർ തായ്വാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊണ്ട് അവർ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ചൈന മിണ്ടാതിരിക്കില്ല. പിന്നെ ഇപ്പോൾ ചൈന നാളെ തന്നെ ഇനിയിപ്പം അനൗൺസ്മെന്റ് തുടങ്ങും. ഇതിനെതിരെ എന്താണ് ചൈന ചെയ്യാനുള്ളതെന്നുള്ളത് ഇനിയിപ്പം നമുക്ക് നാളെ ചൈനയുടെ സൈഡിലുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പെൻറ്റഗൺ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആന്ത്രോപിക് എന്ന് പറഞ്ഞ ഒരു AI കമ്പനിക്ക് മേലിൽ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അമേരിക്ക. AI പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ് ആണ്. ആ റെസ്ട്രിക്ഷൻസ് എടുത്തു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൂടെ AI ടെക്നോളജി ഏറ്റവും കൂടുതൽ സർവൈലൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധ്യമാകുന്ന തരത്തിലാണ് ഈ ആന്ത്രോപിക് കമ്പനിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ ആന്ത്രോപിക് കമ്പനിയുടെ മേലുള്ള ഈ റെസ്ട്രിക്ഷൻസ് എടുത്ത് മാറ്റാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ആന്ത്രോപിക്കിൻ്റെ സ്റ്റോക്ക് ഉയരും. ഈ AIയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉള്ളിൽ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അവർ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഏത് നേരത്ത് വേണമെങ്കിലും ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ആ മേഖലയെ കൈകാര്യം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഈ AIയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്യാനിരിക്കുകയാണ്. അതിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്താണ് ഈ ടെക് ജൈൻറ്റ് ഭീമന്മാർ, ഈ AI ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ഭീമന്മാർ അമേരിക്കയിൽ നിന്നും അടിച്ചിറക്കുന്ന ഈ കാറ്റ് നിറച്ച ബലൂൺ അറിയാമല്ലോ. ജസ്റ്റ് ഒരു
ചെറിയൊരു പോയിന്റിൽ ഇങ്ങ് തൊട്ടാൽ മതി ഒരു സൂചി വെച്ച്, അപ്പോഴേ പൊട്ടും. അതിനേക്കാളും വളരെ കനം കുറഞ്ഞ സോപ്പ് ബബിൾ പോലത്തെ ബബിൾസ് ആണ് ഈ AI ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ പറയാനുള്ള കാരണം ഇപ്പോൾ ആന്ത്രോപിക്കിന്റെ റെസ്ട്രിക്ഷൻസ് എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞ ഉടനെ ആ സ്റ്റോക്ക് ഉയരും. അപ്പോൾ അവിടേക്ക് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ കളിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവർ ഓരോ സ്റ്റോക്കുകളിലേക്കും കളിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ആന്ത്രോപിക്കിലേക്ക് ഇനിയിപ്പോൾ ആന്ത്രോപിക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഈ ആന്ത്രോപിക് സ്റ്റോക്ക് ഇപ്പം ആരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള ആൾക്കാരോ ഈ ട്രംപിന്റെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ വൈറ്റ് ഹൗസ് ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ ഓഫീസ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബ്രോക്കറേജ് ഓഫീസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഓരോ തീരുമാനങ്ങൾക്ക് പുറകിലും സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ എവിഡൻ്റ് ആണ്. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഇല്ലീഗലായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലുള്ള ആൾക്കാർ ശരിക്കും ഇസ്രായേലിന്റെ ഉള്ളിൽ ചെന്നിട്ട് ഇസ്രായേലിന്റെ പാസ്പോർട്ട് റിസീവ് ചെയ്യണം. ഇനി ഇസ്രായേൽ പാസ്പോർട്ടാണ് അവർക്ക് ലീഗൽ പാസ്പോർട്ട്. ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്ക് അനക്സേഷനെ അംഗീകരിക്കുന്ന തരത്തിൽ, അതിനെ നോർമലൈസ് ചെയ്യുന്ന രീതിയിലുള്ള അമേരിക്കയുടെ നിലപാടിനെയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും അമേരിക്ക നടത്തുന്നില്ല. വളരെ ഈസി ആയിട്ട് തന്നെ അനക്സേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെസ്റ്റ് ബാങ്കിന്റെ പ്രോപ്പർട്ടി എല്ലാം തന്നെ ഇസ്രായേലിന്റെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറ്റിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പറഞ്ഞ വിഷയമാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പാസ്പോർട്ടിന്റെ പോളിസിയിലേക്കുള്ള ചേഞ്ച് ഇപ്പം റിഫ്ലക്റ്റ് ആയിരിക്കുന്നത്. ഇസ്രായേൽ അവർക്ക് എയിമുണ്ട്, അവർ വിചാരിച്ച കാര്യം അവർ നടത്തും. സ്റ്റേറ്റ് ബിൽഡിങ്ങിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. വളരെ കൃത്യമായിട്ട് അവർക്ക് റോഡ് മാപ്പ് ഉണ്ട്, അതിലെയാണ് സഞ്ചരിക്കുന്നത്. ഇസ്രായേലിനെതിരെ എത്രത്തോളം ശക്തിയായി പൊരുതുന്നോ അത്രത്തോളം പിടിച്ചു നീക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചു നീക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇസ്രായേലിന്റെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം എഫക്റ്റീവാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ചേർത്ത് നിൽക്കണം, പാലസ്തീനായിട്ടൊരു സ്റ്റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ പാലസ്തീൻ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്? കൃത്യമായിട്ട് അവർക്ക് കിട്ടിയ ലാൻഡ് ഒരു സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിച്ച് അതിൻ്റെ ബോർഡർ സെക്യൂർ ചെയ്ത് കൃത്യമായിട്ട് അവർക്ക് സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന രീതിയിൽ ഡെമോക്രസി പുനഃസ്ഥാപിച്ച് അവരുടെ മിലിറ്ററി, ട്രെയിൻഡ് മിലിറ്ററി, രാജ്യത്തിൻ്റെ നാഷണൽ ആർമി ബിൽഡ് ചെയ്ത് അത്തരത്തിൽ അവർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ, സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ പല രാജ്യങ്ങളും വളരെ ഫ്രീ ആയിട്ട് തന്നെ ഈ രാജ്യങ്ങളുമായിട്ട് ഡിഫൻസ് മേഖലയിലെ ബന്ധം സ്ഥാപിക്കുമായിരുന്നു, വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാമായിരുന്നു, ഒരു രാജ്യമായിട്ട് തന്നെ അതിനെ കൺസിഡർ ചെയ്യുമായിരുന്നു. ഇവിടെ ഇവർക്ക് പറ്റിയ പാളിച്ചെന്ന് പറഞ്ഞാൽ ഇവർ മൊത്തത്തിൽ ഈ മതത്തിൻ്റെ കീഴിലുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഇവർ തീവ്രവാദ സംഘടനകളായിട്ട് മാറുകയാണ് ചെയ്തത്. ഇവർ ചൂസ് ചെയ്ത മാർഗം അതാണ് ഇവിടെ ഈ പാലസ്തീൻ സ്റ്റേറ്റിന് പറ്റിയ ഒരു അബദ്ധം. ആ അബദ്ധമാണ് ശരിക്കും ഈ രാജ്യത്തിനെ തന്നെ ഇത്തരത്തിലാക്കി തീർത്തത്. പ്രത്യേകിച്ച് അതിന് ഹമാസിന് വലിയ പങ്കുണ്ട്, അതുപോലെ പാലസ്തീനിയൻ അതോറിറ്റിക്കും ഈക്വൽ ആയിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴും ഹൈഡ് ആൻഡ് സീക്ക് ആക്രമണങ്ങൾ നടത്തി ഇവരെ തന്നെ ഭീകരവൽക്കരിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇവരെ ലോകം ഭീകരവാദിയായിട്ട് കണ്ടതും. അത് കൃത്യമായിട്ട് തന്നെ ഇസ്രായേലിന് ആഗോളതലത്തിൽ അവതരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർക്ക് കൃത്യമായിട്ട് ഒരു നേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കമ്പയർ വിത്ത് ഇസ്രായേൽ അതേസമയം നേഷൻ ബിൽഡിങ്ങിൽ വളരെ ശക്തമായി തന്നെ അവർ പ്രയത്നിച്ച് അവരെ ഒരു ഡെമോക്രാറ്റിക് നേഷനായിട്ട് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ ടെക്നോളജി അസാധ്യം, അതിലൊന്നും പറയാനില്ല. അപ്പോൾ അത്തരത്തിൽ അവർ നേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയത്. ഇന്ന് നിങ്ങൾ നോക്കൂ, പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം തന്നെ ഇനി തപ്പി നോക്കേണ്ട അവസ്ഥയാണ്. ഇസ്രായേൽ ഇനി ഒരിക്കലും അംഗീകരിക്കില്ല പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്. പല രാജ്യങ്ങൾ ഇതിന്റെ പുറകിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. പല രാജ്യങ്ങളും, അതായത് പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനെ അനുകൂലിച്ചിരുന്ന പല രാജ്യങ്ങളും ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് മാറിയിട്ട് പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള നിലപാടെടുത്ത് ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളും പല രാജ്യങ്ങളിൽ വരെ ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷെ എന്നിട്ടും പാലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം പാലസ്തീനിയൻ ഒരു സ്റ്റേറ്റ് ആയിട്ട് അവിടെ നിലനിൽക്കുന്നില്ല. പാലസ്തീനിയൻ ഒരു സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ആർമി ഉണ്ടാവും, ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാവും, അവർക്ക് നേവി ഉണ്ടാവും, അവർക്ക് എയർഫോഴ്സ് ഉണ്ടാവും, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ സ്ട്രക്ചർ അവിടെ ഉണ്ടാവും. ഇവിടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്ട്രക്ചർ തന്നെ അവിടെ ഇല്ല. പിന്നെ എങ്ങനെയാണ് അവിടെ രാജ്യം ഉണ്ടാവാൻ പോകുന്നത്? ഇതാണ് ഏറ്റവും വലിയൊരു ദുരന്തം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വൈകിയെങ്കിലും ഈ രീതിയിലുള്ള ഒരു അനക്സേഷൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരത് അനക്സ് ചെയ്യും, അത് ഉറപ്പാണ്. അതിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഗാസയുടെ ബോർഡ് ഓഫ് പീസ് ട്രംപ് അനൗൺസ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം ആവാൻ പോകുന്നു, ഈ സെക്കൻഡ് ഫേസ് അനൗൺസ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ സ്റ്റേബിൾ കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് എക്സ്പാൻഡ് US ഇസ്രായേൽ ജോയിൻ്റ് ആയിട്ട് ഗാസയെ നിയന്ത്രിക്കാനുള്ള ഒരു കൺട്രോൾ, അതാണ് ഇവരിപ്പം ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ കൺട്രോളിൽ ഇസ്രായേൽ ഇതുവരെ ഓക്കെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് തുർക്കി, ഖത്തർ, പാകിസ്ഥാൻ ഈ രാജ്യങ്ങളുടെ ഇടപെടൽ ഇസ്രായേലിന് അക്സെപ്റ്റബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിഷയത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എക്സ്റ്റേണൽ ഫോറിൻ ട്രൂപ്സിനെ
ഗാസയ്ക്കുള്ളിൽ കടത്തിവിടാൻ പറ്റാത്ത അവസ്ഥയിൽ ട്രംപ് സ്ട്രക്കായിരിക്കുന്നത്. ചൈനയാണ് ഇറാന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള റഡാർ സർവൈലൻസ് റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് കൊടുക്കുന്നത്. അത് ചൈനയുടെ ഭാഗത്തു നിന്ന് അവർ ട്രാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന പല റഡാറുകളും റഡാർ സ്റ്റേഷനുകളെല്ലാം തന്നെ ചൈനയുടേതാണ്. ആ വാർത്തയും കൂടി വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് US-ൻ്റെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ വരെ ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു എന്നാണ് അവകാശവാദം. ഇത് നമുക്കറിയില്ല. നമ്മൾ പാകിസ്ഥാനിൽ കുറേ ചൈനീസ് റഡാറുകളൊക്കെ കണ്ടതാണ്. ഇനി അതിനേക്കാൾ മികച്ച റഡാർ സംവിധാനങ്ങൾ വല്ലതും ഇറാന് ചൈന കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ചൈന ഈസ് ആൾവേസ് ചൈന. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം യുദ്ധങ്ങളൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. കുരുട്ട് ബുദ്ധി അവർക്കുണ്ട്. അതിലുപരിയായിട്ട് കോപ്പിയടിയാണ് അവരുടെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ കോപ്പി കാറ്റ് സംവിധാനങ്ങളായിരിക്കും അവിടെ ഉള്ളത്. എന്നാലും ഇന്ത്യൻ ഡിഫൻസിന് മുന്നിൽ ചൈനീസ് റഡാറുകൾ ഒന്നുമല്ലായിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക വേൾഡിൽ തന്നെ നമ്പർ 1 ആർമിയാണ്. അപ്പോൾ ആ വേൾഡിലെ നമ്പർ 1 ഡിഫൻസ് ടെക്നോളജി കൈവശം വെച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ ചൈനയുടെ റഡാറുകൾക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നടക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ച ജനീവയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും ഇറാനും അമേരിക്കയും എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിനെക്കുറിച്ച്. നിലവിൽ നമുക്കൊന്നും പറയാനില്ല. എന്തായാലും ചൈന ഇറാനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇറാനിയൻ ജനങ്ങൾ ഈ വാർ പ്രതീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ദേ ആർ ആൻറ്റിസിപ്പേറ്റിംഗ് വാർ. അതാണ് ഒരു ലാസ്റ്റ് മെസ്സേജ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.